ഇപ്പം മമ്മി ആൻഡ് മീയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് ടൈം പീരീഡ്സ് വരുന്ന അത്. അപ്പം ബെഡിൽ ഇരുന്നപ്പോൾ ബെഡിലൊരു ചെറിയ സ്റ്റെയിൻ പോലെ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാണിക്കാൻ, കാരണം ആൾക്കാർക്ക് ഇത് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കഴിയുന്നത് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളോരത് കാണിച്ചേ പറ്റുമല്ലോ, ബ്രൂട്ടാലിറ്റി ഇത് ചെയ്യണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഷൂട്ട് ചെയ്ത ഫിലിം നേര. അതിനകത്ത് റേപ്പ് സീൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു റേപ്പ് സീൻ ചെയ്യുന്നു. സാധാരണ ഞാനത് വളരെ നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം ഇതിനകത്തൊക്കെ മിറാഷിനകത്തൊക്കെ ആണെങ്കിലും വലിയ ഡീറ്റെയിലിങ്ങിന് പോയില്ല, കാലുകൾ കാണിച്ചു ഒക്കെ നമ്മളങ്ങനെ അങ്ങ് ചെയ്തു പോകും. പക്ഷെ നേരിനത് പറ്റത്തില്ല, കാരണം ആ ഫേസ് ചെയ്യുന്ന ഒരു ഷോട്ട് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ എത്ര സമയമെടുത്ത് അത് ഷൂട്ട് ചെയ്യാമെന്നറിയാം. കാരണം ഒരു തിയേറ്ററിൽ വന്നിരിക്കുന്ന ഫാമിലിക്ക് അതിങ്ങനെ എന്ന് തോന്നിയാൽ ആ സിനിമയുടെ ഇത് പോയി. പക്ഷെ ഭാഗ്യത്തിന് അത് അങ്ങനെ കടന്നുപോയി, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കൊലപാതകം എന്തുവാണെങ്കിലും കഴിയുന്നത് അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി കുറയ്ക്കാൻ നോക്കും. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ആ ബ്രൂട്ടാലിറ്റി വർക്ക് ചെയ്താലേ ആ എഫക്റ്റ് ഓഡിയൻസിലേക്ക് കിട്ടുള്ളൂ. അവിടെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. എന്നാലും കഴിയുന്നതും വയലൻസ്, ഇപ്പോഴത്തെ സിനിമയിലെ വയലൻസ് എനിക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല. ഞാൻ പല വയലൻസ് സിനിമകളും എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ കുറച്ച് ഞാൻ കാണാനിരുന്നു, അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് വന്നപ്പോൾ ഞാനത് കാണുന്നില്ല. അതൊന്നും OTT വരുവാണെങ്കിൽ സ്പീഡിൽ അടിച്ച് വിടാമല്ലോ. തിയേറ്ററിലാണ് ഞാൻ പിന്നെ കണ്ണടച്ചിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് എനിക്കത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇതേ ടോപ്പിക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നത് ഫിലിം മേക്കർ മാരി സെൽവരാജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സിനിമയിൽ ആ അച്ഛനും അമ്മയും ആ കുട്ടീനെ റിയഷ്യൂർ ചെയ്യുന്നില്ല, ഇത് നിന്റെ ഫോൾട്ട് അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ചിലപ്പോൾ ദൃശ്യം പോലെ സിനിമ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. കാരണം അവർ ചിലപ്പോൾ പക്ഷേ ഒരു ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകളോട് ഇല്ല അത് നിന്റെ തെറ്റല്ല എന്ന് പറയണമെന്ന് അങ്ങനെ ഒരു ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അന്നങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അവൾ എന്നെ ജയിലിൽ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മോളൊരിക്കലും ജയിലിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരിക്കും മോളുടെ തെറ്റല്ല അങ്ങനെ ഒരു ശരിക്കും ചേർത്താൻ നല്ലതായിരുന്നു. ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അന്നത് ചെയ്തില്ല. ശരിക്കും ഞാനതിനെ വെൽക്കം ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെ ഒരു ഡയലോഗ് ഇടാമായിരുന്നു. പക്ഷേ എൻ്റെ തോട്ടിലത് വന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും തോട്ടിൽ വരണം. തോട്ടിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ മോളുടെ തെറ്റല്ല എന്ന് പറയാമായിരുന്നു. അതൊരു സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് ചെയ്തു കേട്ടോ. അപ്പം അത് പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു ക്യാരക്ടറിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വലുതാണ്. പക്ഷേ എനിക്കന്നേരം തോന്നിയില്ല. പകരം പുള്ളി ആ മകളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഇത് ചെയ്ത്. പക്ഷേ കുറച്ച് പേരന്ന് വേറെ രീതിയിലും പറഞ്ഞു, ഇതിനെ പിന്നെ ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കുറച്ച് പേര് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു എന്നോട് മറ്റേ KT തോമസ് സാറില്ലേ, പുള്ളി എന്നെ വിളിച്ചായിരുന്നു അന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ഇങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യരുത്, ഇത് ചെയ്യുന്നതാണ്. അപ്പം അന്ന് KT തോമസ് സാർ എന്നെ ഒരു പരിചയമില്ല. ഒരു ദിവസം ഒരു കോള്, ഞാൻ ഇന്നയാളാണ്. ആ സാർ പറയും ഇങ്ങനെ മറ്റേ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ ഇതിങ്ങനെ തട്ടിക്കിടന്നേക്കണം, വേറെ മാർഗമില്ല എന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിടത്ത് വെച്ച് നേരിട്ട് എപ്പോഴും പറഞ്ഞു. അത് എനിക്ക് അദ്ദേഹം ഈയിടെ TV പറയുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് സെൽഫ് ഡിഫെൻസ് അല്ലേ എന്ന് ചോദിച്ചു. അതെന്നോട് ഭയങ്കര ക്രിറ്റിസിസമായിട്ട് ചോദിച്ചു. അവരെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല, സെൽഫ് ഡിഫെൻസ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു IG-യുടെ മകനാക്കിയത്. ഒരിക്കലും ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സെക്കൻഡിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ വീഡിയോയുടെ കാര്യം പുറത്തു വരാതെ നോക്കണം. അവിടെ ഒരു അമ്മയുടെ സെൽഫിഷ്നെസ് ഉണ്ട്. കാരണം ആ മകൻ തെറ്റ് ചെയ്തു എന്നുള്ളത് അമ്മ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അതാണ് എൻ്റെ മകൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. കാരണം ആ മകൻ ഒരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ, കൺഫസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സാണത്. അപ്പോൾ അതാ പറഞ്ഞത്, ഇത് ശരിക്കും ദൃശ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷൻസ് ആണ്. അതിനകത്ത് ഒത്തിരി അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് പക്ഷേ ഈ ട്വിസ്റ്റിൻ്റെ ഇതിനകത്ത് മുങ്ങിപ്പോവുക അതിലെനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ കുറേയൊക്കെ പറഞ്ഞു നോക്കിയപ്പം ഒന്നുമില്ല. അത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കിത് ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റേണ്ട കാര്യമില്ല. ഞാനിതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ മീ ദൃശ്യം ഈസ് എ ഫാമിലി ഡ്രാമ. ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്വൻസുകളുണ്ടാവാം, പക്ഷെ അതിൻ്റെ റൂട്ട് ഇതെന്ന് പറയുന്നത് ആ അച്ഛനും മക്കളും അവർ ഒന്നിച്ച് നിൽക്കുന്നു. അപ്പുറത്തെ ആ ഭർത്താവ് ഭാര്യയോടെ നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും ഭാര്യയോട് നിൽക്കുക. സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് പല രണ്ട് പാട്ടിനകത്തും വലിയ ഡയലോഗ്സ് ഇല്ല, സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ദിഖേട്ടനോട് ഫസ്റ്റ് ടൈം ഞാൻ സിദ്ദിഖേട്ടനോട് കഥ പറയാൻ ചെന്ന് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം
ഞാൻ മനസ്സിലാക്കിയാൽ ഇതിനകത്ത് ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത്. പക്ഷെ അല്ലാതെ ഞാൻ കുറേ സീൻ ഷൂട്ട് ചെയ്യും, പക്ഷെ വലിയ കാര്യമായ ഡയലോഗൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ സീൻ ഇതാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മളെപ്പോഴും ആക്ടിങ് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് കുറേ ഷൗട്ടിങ്ങും കരച്ചിലും അതിലൊന്നുമല്ല, വളരെ സട്ടിലായിട്ട് അധികം ഡയലോഗുകളില്ലാതെ നമ്മുടെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായിരുന്നു സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ ദൃശ്യത്തിനകത്ത്, പ്രഭാകരൻ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ വളരെ എനിക്കിഷ്ടമുള്ള ലാലേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് നേരിലെ അഡ്വക്കേറ്റ് ജെ വിജയകുമാർ. പുള്ളി സംബന്ധിച്ചിടത്തോളം പുള്ളി വലിയ ബഹളങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ഇതെല്ലാം വളരെ സട്ടിൽ ഇമോഷൻ, അഭിനയിക്കുന്ന പോലും നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പം അതൊരു അങ്ങനത്തെ ഇമോഷൻസിലൂടെ പോകുന്ന സിനിമകളാണ് കൂടുതലും എൻ്റേത്. പക്ഷെ എല്ലാത്തിനും അത് പറയുമ്പോൾ അതും ഇതും വരുമ്പോഴത്തേക്കും അത്രയില്ല ഇതിലേക്ക്. ഈവൻ മെമ്മറീസ് തന്നെ, അവിടെ ഒരു അച്ഛനും ബ്രദർ, ഒരു അമ്മയും മകനും ഒരു സഹോദരനും തമ്മിലുള്ള ആ ഒരു ഇമോഷനുണ്ട്. പിന്നെ ഭാര്യ, ആ കൊച്ച്, അവരുടെ മരണം എന്ന് പറയുന്നൊരു സാധനം. ഇപ്പോൾ ഈ സർവൈവറിന് വേണ്ടി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സാർ നേരെ എഴുതിയപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ വിക്ടിം ഷേമിങ്ങിനെതിരെ സംസാരിക്കുന്ന ഒരു ഡയലോഗ്, ഒരു വലിയൊരു മോണോലോഗ് ആ കോർട്ട് റൂം സീനിലുണ്ട്. തിയേറ്ററിൽ വലിയ സ്വീകാര്യത നേടിയ ഒരു സീനാണ്. അത് ഒരു പൊയറ്റിക് ജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അന്ന് അങ്ങനെ എഴുതിയില്ല. അല്ല, ഇതിന് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല. അതിനകത്ത് അതൊരു അവസ്ഥയാണ്. പുതിയ ജനറേഷൻ കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ അതായത് ഇതാണ് സിറ്റുവേഷൻ. അത് നമ്മൾ ആ സിറ്റുവേഷനെ അങ്ങോട്ട് ആ കഥയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡയലോഗ് കിട്ടി. അവിടെ അതെന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അതൊന്ന് പറയാമായിരുന്നല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചു. പറഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷേ അത് കൂടുതലും അയാളുടെ അച്ഛൻ്റെ പ്രവൃത്തിയിലും ഇതിലും എല്ലാം എൻ്റെ മകൾ നിരപരാധിയാണെന്നുള്ളത് കൊണ്ട് ഞാൻ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഫാമിലിയെ, എൻ്റെ ഒരു ഫാമിലിയെ. ഒരു ഇന്ററാക്ഷനിൽ പറയണ്ടായി ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്ത സിനിമയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ എന്ന്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രണവിൻ്റെ അച്ഛനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, മകനെ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്നു. അല്ല, ബേസിക്കലി പ്രണവ് ഇങ്ങനെ കഥ കേൾക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അവിടെ സുചേച്ചിയുടെ കൂടെ ഉള്ളൊരു ഫാമിലി ഫ്രണ്ടുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവാണ്. അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൊരു കഥ പറഞ്ഞാണ്. കാരണം ഞാൻ ഈ പറയുന്ന എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു തോട്ടായിരുന്നു അത്. അന്നതൊരു മാരത്തോൺ റണ്ണറായിരുന്നു, നല്ല ഫിസിക്കുള്ള ചെറുപ്പക്കാരനായത്, നല്ല ഓട്ടക്കാരനാണ്. നാട്ടിലൊക്കെ ക്രോസ് കൺട്രി റേസിലൊക്കെ എപ്പോഴും ജയിക്കുന്ന ആളാണ്. അവൻ ബാംഗ്ലൂർ പോയി ഒരു പ്രസൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇവൻ ഓടും, ഇവനെ പിടിക്കാൻ പറ്റും, ഇവന് ജീവനോടെ വേണമെന്നാണ് വില്ലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെടിവെച്ച് കൊല്ലാനോ വല്ലതൊക്കെ ഇടിച്ചു കൊല്ലാനാണ്, ഇവനെ ജീവനോടുണ്ട് ഓടിച്ചിട്ട് പിടിക്കണം. ഇവനായിട്ട് ഓടിക്കുമ്പോൾ ഈ ഗുണ്ടകൾക്ക് ഓടിച്ചിട്ട് പറ്റുന്നില്ല. അവസാനം പുറത്തുനിന്ന് റണ്ണേഴ്സിനെ കൊണ്ടുവരും പിടിക്കാൻ. ഇതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിന് നല്ല ബഡ്ജറ്റാവുമെന്നറിയാം, കാരണം ഇവിടെയും കൂടെയല്ല ബാംഗ്ലൂരൊക്കെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ അപ്പോൾ അതായി ആരെ വെച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രണവ് വരുന്നത്. പാർക്കോർ എന്ന് പറയുന്ന സാധനവും കൂടെ വന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ആ ബേസിക് സ്റ്റോറി ലൈൻ അത് തന്നെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തു. പ്രണവുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവൻ വൺസ് ഒരു പ്രൊജക്റ്റിനകത്തേക്ക് ഇന്നായാൽ അവൻ ഫുള്ളി കമ്മിറ്റഡാണ്, ഫുള്ളി അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ലാലേട്ടനെ പോലെ ഡയറക്ടേഴ്സ് ആക്ടർ പോലെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ ഒന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളി വർഷത്തിലൊരു പടം, അത് കഴിയുമ്പോൾ ഒരു വർഷം ഫ്രീ ആയിട്ട് പുള്ളി എൻജോയ് ചെയ്ത് നടന്ന് അങ്ങനെയൊക്കെയാണ്. അത് പുള്ളിയുടെ ചോയ്സാണ്. ആൻഡ് ടെൻഷൻ എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകനെ ലോഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നമുക്കൊരു വിഷമം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അവസാനം ലാലേട്ടൻ പറ്റും, ഇപ്പോൾ എനിക്കും ടെൻഷനായി തുടങ്ങി എന്ന് പറഞ്ഞു. അല്ല, അത് ഉത്തരവാദിത്തമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. മലയാള സിനിമയിൽ ഇപ്പം നോക്കി ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പം പ്രമേഹം പോലെ സിനിമ വരുന്നു, ലോക പോലൊരു സ്റ്റോറി വരുന്നു, കാതിൽ വരുന്നു. അപ്പം ഇങ്ങനൊരു എക്സ്പെരിമെന്റ്സിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ല കാര്യം, അത് തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവരും അദ്ദേഹം പറഞ്ഞ് ഒരാളൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ആ പടം ഓടി ഉടനെ എല്ലാവരോടും കയറി അത് ചെയ്യാൻ പോലെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുക. കാരണം എപ്പോഴും പണ്ടൊക്കെ ഞാനൊക്കെ ഇൻഡസ്ട്രി വരുമ്പോൾ ഇതായിരുന്നു,
ഡിറ്റക്റ്റീവിലൊക്കെ 3 ഫൈറ്റ് വെക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഡിസ്ട്രിബ്യൂട്ടറോട് തിയേറ്ററുകാർ പറയും, തിയേറ്ററുകാർ ഡിസ്ട്രിബ്യൂട്ടറോട് പറയും, ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറോട് പറയും, പ്രൊഡ്യൂസർ ഡയറക്ടറോട് പറയും. അവസാനം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫൈറ്റേ പറ്റിയെന്നിട്ട് അവസാനം ഒരു ഫൈറ്റ് ഞാൻ പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തു. തല്ലിപ്പൊളി ഫൈറ്റുമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അതിന് നല്ല രീതിയിൽ വിമർശനവും ഉണ്ടായി, ചീത്തയും കേട്ടു. പക്ഷേ പ്രൊഡ്യൂസർ അത് 3 പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണത്തെ ചവിട്ടി വഴക്കുണ്ടാക്കി ഇതാക്കി. അപ്പം അത് കഴിഞ്ഞ് ഹ്യൂമർ സിനിമകൾ വരാൻ തുടങ്ങി. നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ നമുക്ക് ഹ്യൂമർ ചെയ്യാൻ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് സിനിമകൾ എടുക്കുന്നു, പുതിയ രീതിയിൽ ചിന്തിക്കുന്നു. സിനിമ എപ്പോഴും പരീക്ഷണങ്ങൾ തന്നെയാണ്. അത് ഓരോരുത്തർ ഇപ്പം ബ്രഹ്മയോഗം ചെയ്തു, നല്ല കാര്യം. ഉടനെ എന്നാൽ ഇനി എല്ലാവരും ആ പാറ്റേൺ ചെയ്താൽ പോകാതിരിക്കുക. അതുപോലെ വേറെ രീതിയിൽ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ സിനിമകൾ ഞാനെപ്പോഴും ഒരു എന്താ പറയുക, സാധാരണ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമകളെ കൂടുതലും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. പക്ഷേ ഒരു ഹൊറർ സിനിമ അങ്ങനത്തേക്ക് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിലേക്കൊക്കെ എനിക്കൊരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അതുകൊണ്ട് എക്സ്പീരിയൻസ് എപ്പോഴും വേണം. അതുകൊണ്ടേ ഇൻഡസ്ട്രി വളരുള്ളൂ. ഇൻഡസ്ട്രിയിൽ വ്യത്യസ്തമായ എന്താ പറയുക പ്രമേയങ്ങളും പ്രസൻറ്റേഷൻസും ഉണ്ടാവണം. അപ്പോഴേ അത് ഇതാവുള്ളൂ. കാരണം ഇതുകൂടെ കഴിഞ്ഞ പിന്നെ നമ്മുടെ കോവിഡ് കഴിഞ്ഞ പിന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് അങ്ങ് മാറി. എല്ലാവരും ഭയങ്കര ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിട്ട് വേറെ ലൈൻ ഓഫ് ഇതായി. നമ്മൾ നാഷണലി നോക്കിയാൽ തന്നെ മലയാളം ഇൻഡസ്ട്രി ആ ഒരു തരത്തിൽ ഒരുപാട് പ്രൈസ് ചെയ്യുന്നവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് കാരണമാണോ ഈ പറയുന്ന റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ മലയാള സിനിമയിലേക്ക് കൂടുതൽ കിട്ടുന്നത്? കണ്ടന്റ് അത് തന്നെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻസ്. അത് കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്തേത്. അത് എക്സ്പെരിമെൻറ്റിൽ അവർ ഇതാണ്. കാരണം ഇപ്പോൾ ഈ ലോകയുടെ എന്ന് വന്നപ്പോൾ പറഞ്ഞു ഈ ബഡ്ജറ്റിൽ ഒരിക്കലും അവർക്കത് ഹിന്ദി സിനിമയിൽ തീർക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ ലിമിറ്റേഷനിൽ നിന്നിട്ട് എങ്ങനെ നമുക്കതിൽ നിന്ന് ഔട്ട്പുട്ട് കൊണ്ടുവരാമെന്ന് നോക്കുകയാണ്. നമുക്ക് ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വാരി വലിച്ചങ്ങ് ഇത് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് സ്റ്റഡി ചെയ്ത് ആണ് പോകുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റിനൊരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അവരെ ഞെട്ടിച്ചത് നമ്മൾ ഈ ചുരുങ്ങിയ ചെലവിനുള്ളിൽ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇപ്പം ഹിന്ദി പ്രൊഡ്യൂസേഴ്സ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാളം ഇതിലേക്ക് പ്രൊഡക്ഷന് വേണ്ടിയും അങ്ങനെയൊക്കെ. എന്നെ തന്നെ എന്തോരം പേര് വിളിക്കുന്നുണ്ടെന്നറിയോ, മലയാളത്തിൽ നല്ലൊരു സബ്ജക്റ്റ് ചെയ്യുക അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മലയാളത്തിൽ സിനിമ ചെയ്യാനായിട്ട്. ഇപ്പം പനോരമ നമ്മളിപ്പോൾ ദൃശ്യം എടുത്ത ദൃശ്യം 3 മൊത്തത്തിൽ അവർ പനോരമയാണ് അതിൻ്റെ ഹിന്ദി ചെയ്തത്. അവരിപ്പോൾ പനോരമയാണ് ടിക്കറ്റൊക്കെ ചെയ്യുന്നത്. അതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ ആ കമ്പനി സൗത്തിലേക്ക് വരുന്നത് തന്നെ നല്ല എന്നോടും പറഞ്ഞിട്ടുണ്ട്, നല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പറയാം നമുക്ക് മലയാളത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ബിസിനസ്സാണ്. പക്ഷേ ഹിന്ദിയിലടിച്ചാൽ കിട്ടുന്ന ലെവലിലുള്ളതല്ല ഇവിടെ. എങ്കിലും അത്രയും റിസ്ക് ഇല്ലല്ലോ. മീൻസ് അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം മലയാളത്തിന് വരുന്നില്ല. പക്ഷേ ഇപ്പം മലയാളത്തിൻ്റെയും ബഡ്ജറ്റ് കയറി തുടങ്ങി. അത് കാരണം ഒരു ചെറിയ ക്രൈസിസും ഉണ്ട് ഇപ്പോൾ. ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ് നമുക്ക്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മലയാള സിനിമയുടെ റീമേക്കുകൾ, പ്രത്യേകിച്ച് ഹിന്ദി റീമേക്കുകൾ കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് പല സിനിമകളുടെയും. ദൃശ്യത്തിൻ്റെ റീമേക്സിനെ എങ്ങനെ അസസ് ചെയ്യുന്നത്? അവരുടെ നാട്ടിൽ അവർക്കത് ഓക്കെയാണ്. അല്ല ഇതിനകത്ത് ഇപ്പോൾ വെങ്കിടേഷ് എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് പാർട്ടിനകത്തും ഞാൻ 3 ദിവസം പോയി വർക്ക് ചെയ്തായിരുന്നു. അദ്ദേഹം വന്ന് എന്നോട് പറയും, സർ ഡോണ്ട് എക്സ്പെക്ട് ദ റിയാക്ഷൻസ് ഓഫ് മോഹൻലാൽ ഫ്രം മീ എന്ന് പറയും. ഞാൻ പറഞ്ഞു, സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് റിയാക്ഷൻ, യു പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ എന്ന് ഞാൻ പറഞ്ഞത്. തെലുങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ദേ ആർ ഹാപ്പി. അതല്ലേ ഇപ്പം നമ്മളതിനെ വെച്ചിട്ട് അസസ് ചെയ്യേണ്ട കാര്യമില്ല. ശരിയാ, ലാലേട്ടൻ ചെയ്യുന്ന രീതിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയും ലാലേട്ടൻ മമ്മൂക്കായൊക്കെ ഇവിടെ അല്ലെങ്കിൽ മലയാളത്തിലെ പല ആക്ടേഴ്സിൻ്റെയും കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഓഡിയൻസ് അവർക്ക് ഇഷ്ടമുള്ള നടൻ ചെയ്യുമ്പോൾ അവർക്കത് ഓക്കെ ആണെങ്കിൽ എന്താ കുഴപ്പം, അവർ ചെയ്യട്ടെ. ഇപ്പം ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ദൃശ്യം ആദ്യം കഥ പറഞ്ഞത് മമ്മൂട്ടിയോടാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് വർക്ക്ഔട്ട് ആവാഞ്ഞത്? എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞ ഡേറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും നീ കാത്തിരിക്കണം, നീ വേറെ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അന്നേരം ഒന്നും ആയില്ലെങ്കിൽ അന്നേരം ആ സമയത്തല്ല, നിന്നെ ഇപ്പോഴേ പഠിഞ്ഞ് 2 വർഷം 1.5-2 വർഷം എടുക്കൂടാ, അന്നേരം പിടിച്ചിടേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ആക്ച്വലി എന്നെ സേവ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് ഇപ്പം ചെയ്യാനും പറ്റില്ല, അദ്ദേഹം തുറന്ന് പറഞ്ഞു അങ്ങനെ, മനസ്സിലായി. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പ്രാക്ടിക്കലി ചിലപ്പോൾ അത് നടന്നില്ല എന്നൊക്കെ വരും. അതാണ്.
ഒരു സ്ട്രിങ് ഓഫ് ഹിറ്റ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഫിലിം മേക്കേഴ്സ് സാധാരണ സ്കെയിലപ്പ് ചെയ്യാറാണ് പതിവ്, വലിയ വലിയ പടങ്ങൾ ചെയ്യാറാണ്. സാർ അതിനിടയ്ക്ക് നുണക്കുഴി പോലൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് സാറിൻ്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്താണ്? ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത പടങ്ങളില്ല. എനിക്ക് ഭയങ്കര രസമായി കൊച്ചു സിനിമകൾ ചെയ്യുന്നതും അങ്ങനത്തെ എന്നെ അതാണ് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കങ്ങനെ ഉടനെ ഇത്ര കോടി ഇപ്പം റാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സിനിമ കഴിഞ്ഞു ഇതായി അടുത്തത് ഇതിൻ്റെ മുകളിലുള്ള സിനിമ. എനിക്ക് അങ്ങനെയല്ല, ഈ സിനിമ കഴിഞ്ഞു അടുത്ത കഥ എന്താണ്, ആ കഥ ചെറുതാണെങ്കിൽ ചെറുത്. ഇപ്പം റാമിൻ്റെ കഥ ഞാൻ ആലോചിച്ച് എഴുതി കഴിഞ്ഞപ്പം അതൊരു വലിയ ക്യാൻവാസിൽ പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ വലിയ ക്യാൻവാസിലേക്ക് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല സ്റ്റോറി ടെല്ലർ, കഥയാണ് എൻ്റെ അട്രാക്ഷൻ. ഹ്യൂമൻ ഇമോഷൻസും ഒക്കെയുള്ള കൈൻഡ് ഓഫ് കഥകൾ. അതിനകത്ത് ക്രൈം വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ആ ഓർഡറിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളൊരു സാധനം വർക്ക് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ അതങ്ങ് ചെയ്യുന്നു. അത് ഇപ്പം നാളെ എന്ന് കരുതി ഞാനൊരു വലിയ സ്കെയിലുള്ള സിനിമ ചെയ്ത് കൂടായും അല്ല. കാരണം എൻ്റെ അടുത്ത് ഈയിടെ ഒരു കഥ വന്ന ഒരാൾ പറഞ്ഞു വലിയ സ്കെയിലിൽ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് ഒരു വർഷത്തെ പ്രിപ്പറേഷനെങ്കിലും വേണം, നമുക്കിപ്പോഴേ തുടങ്ങാം, നമ്മൾ സംസാരിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്റ്റോറി ലൈനൊക്കെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഇതാണ്, വലിയ സ്കെയിലിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ആ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്യാന്ന് പറഞ്ഞ പ്രയോറിറ്റി ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോഴും കഥ എന്താണ്, നല്ല കഥകൾ ഇമോഷൻസ് എന്ന് പറയുന്നതിലൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. എനിക്ക് ആ ഹ്യൂമറും കാര്യങ്ങളും അതും ഇപ്പോൾ കൃഷ്ണകുമാറും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഇന്ന് ചിരിച്ചാണ് ബേസിനോട് പറഞ്ഞത്. ഞാൻ ആ പടവും ഇത് ചെയ്തു. അതും ഇത് പറഞ്ഞ പോലെ കുറേ പേർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു, നിങ്ങളെന്തിനാ ഇങ്ങനത്തെ സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റെ ചോയ്സാണ്. അപ്പോൾ ഒരു പയ്യൻ പിടിച്ചിട്ട് ചേട്ടാ, അത് വേറെ ഇത് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ലൈഫ് ഓഫ് ജോസൂട്ടി കഴിഞ്ഞപ്പോഴും പറഞ്ഞു, വെച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനത്തെ പടം എന്ന് ചോദിച്ചു, ചേട്ടൻ ത്രില്ലർ ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു അവനെ എൻ്റെ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അറിയാം ഏതാ ജോണർന്ന്. അപ്പോൾ എൻ്റെ ഇത് ത്രില്ലറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മറ്റേ തിയേറ്ററിൻ്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾ, കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ ഈയിടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അടുത്ത് ഡോക്ടർ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളൊരു 8-9 പേര് കൂടിയാണ് സിനിമ കാണാൻ പോയത്. അതിനകത്തൊരു 3 പേർക്ക് നുണക്കുഴി കണ്ടുകൊണ്ടിരുന്നപ്പം അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവരും അതൊക്കെ അപ്പം മോളിലായിരുന്നു, ഫോർമോളോ ബ്രോമോളോ. അപ്പോൾ അവരും അതൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാതെ പിന്നെ അവർ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ. ഇത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെന്ന് അവരോട് പറഞ്ഞു ആണോ, എന്നാൽ ഇനിയിപ്പോൾ OTT വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞത് ചെയ്തു. ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇപ്പോൾ ചിലർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷനാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ വലതുവശത്തെ കള്ളൻ കണ്ടിട്ട് ഒരു പയ്യനെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ഞാൻ ഈ ഒപ്പീനിയനൊക്കെ കേട്ടിട്ട് ഞാൻ പോയി പടം കണ്ടു, പക്ഷേ ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പം എടാ എന്നാടാ വലതുവശം മെമ്മറീസിൻ്റെ ഏഴയിലൊക്കെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവൻ ചോദിച്ചു അതിന് മെമ്മറീസ് പോലെയുള്ള സിനിമയല്ലല്ലോ, അതൊന്നും അറിയാൻ പോലെ മെമ്മറീസിൻ്റെ ഏഴയിലൊക്കെ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി പോയി. അപ്പം എങ്ങനത്തെ കമ്പാരിസണാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അദ്ദേഹം ആ വ്യൂവർ പ്രതീക്ഷിക്കുന്നത് മെമ്മറീസ് പോലത്തെ സിനിമയാണ്. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. സാർ ഒരിക്കലും മാർക്കറ്റ് ട്രെൻഡ്സും അല്ലെങ്കിൽ ആളുകളുടെ എക്സ്പെക്ടേഷൻസ് നോക്കി സിനിമ ചെയ്യണമെന്ന് അയ്യോ എനിക്ക് അങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊരു വിലയില്ലാതെ പോയില്ലേ. ഒരു ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, എനിക്കൊരു ഇഷ്ടമുള്ളൊരു കഥ പറയുക എന്ന് പറയുന്ന സാധനം. എനിക്ക് തോന്നുന്ന ഒരു ഫിലിം മേക്കറും അങ്ങനെ ആയിരിക്കില്ല, ആർക്കും ഇഷ്ടമില്ലാതല്ല, അവർക്ക് അവരുടേതായ ഇഷ്ടം. പിന്നെ ചിലർക്ക് ആ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കളിക്കാനൊക്കെ അറിയാം, എനിക്കത് അങ്ങനെയൊന്നും അറിയില്ല. നമ്മളൊരു കഥ വരുമ്പോൾ അതിനോട് അപ്രോച്ച് ചെയ്തു അതങ്ങ് സിനിമയാക്കുന്നു, അത്രേ ഉള്ളൂ. ജയരാജിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയല്ലേ തുടക്കം? എനിക്ക് വേണം അത് അവിടുന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമ അദ്ദേഹം ചെയ്യുള്ളൂ. അത് ഭയങ്കര ഒരു എനിക്ക് ജയരാജ് സാറിൽ നിന്ന് ഞാൻ പഠിച്ചത് ഡയറക്ഷനല്ല, തൻ്റെ ഇടമാണ്. അദ്ദേഹത്തിനൊരു കഥ അദ്ദേഹം ചെയ്യും, അദ്ദേഹം കഥ പറയുന്നു. ഇതിനകത്ത് ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാകത്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ആസ് എ ഫിലിം മേക്കർ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് എന്നെ വിശ്വസിക്കുന്നത്. ചോദിച്ചെന്താണ് എത്ര നാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ AD ആയിട്ട്? ഒരു വർഷം. ഒരു പടം എങ്ങനെയായിരുന്നു ഇനീഷ്യൽ ഡേയ്സ്? കാരണം ടോട്ടലി വേറെ എക്സ്പോഷേഴ്സ് ഒന്നും ഇല്ലാണ്ട് വന്ന ഒരാളാണല്ലോ സിനിമ. ജയരാജ് സാറിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കൂടെ നിൽക്കണമെന്ന് ആരോ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു ജയരാജ് സാർ. അപ്പം അന്നേരം അദ്ദേഹം
ഇത് തുടങ്ങാൻ പോകുമായിരുന്നു, ബിബൽസ. അതിനു മുമ്പ് ശാന്തൻ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് തുടങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ആൾ ഫില്ലായി. ഒരു പടം എന്ന് പറഞ്ഞാൽ 2 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബിബൽസയിൽ ടോട്ടൽ 18 ദിവസത്തെ ഇതായിരുന്നു, ഒരു ഫെസ്റ്റിവൽ സിനിമയായിരുന്നു. അതിനകത്ത് ഒരു 5-6 ദിവസം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ തിളക്കത്തിലാണ് വർക്ക് ചെയ്തത്. അതും ഫുള്ള് വർക്ക് ചെയ്തില്ല, ഒരു 10-25 ദിവസം 28 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടേണ്ട വന്നു. കാരണം എവിടെയോ ജയരാജ് സാറിന് എനിക്കൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ ജയരാജ് സാറിൻ്റെ സ്വന്തം ആളാണെന്ന് എവിടെയോ ഒരു എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസിൽ ഇങ്ങനെ അവിടെ മൊത്തത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു അസിസ്റ്റൻറ്റിന് എന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അത് കാരണം ഡ്രസ്സിൻ്റെ കണ്ടിന്യൂറ്റി ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ടിന്യൂറ്റി ഡ്രസ്സൊക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, മിസ്സായി പോകുന്നുണ്ടായിരുന്നു. ഒരു മനയിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഡ്രസ്സ് ഇല്ല. ഞാൻ അവിടെ ഒന്ന് കരഞ്ഞാലൊളിച്ച് ഓടുക കിടക്കുക. അപ്പുറത്ത് റബ്ബർ തോട്ടത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന ആൾക്കാർ. അപ്പോൾ അന്ന് ജയരാജ് സാറിന് അദ്ദേഹം അതിൻ്റെ ടെൻഷന് നിൽക്കുകയല്ലേ, അദ്ദേഹം വിളിച്ച് എന്നോട് ചൂടായി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു കോസ്റ്റ്യൂം ചെയ്തത്. പുള്ളിക്കാരത്തേക്ക് അറിയാം അതിനകത്ത് എൻ്റെ കുഴപ്പമൊന്നും. പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാനൊരു 10-28 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോവാണ്, തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ അതോടുകൂടി സിനിമ മതി എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത്. ഡിറ്റക്റ്റീവിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. നിമിത്തായി. അതെ, പല രീതിയിൽ അല്ല, ആദ്യം ഡിറ്റക്റ്റീവിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നില്ല. അതിനകത്ത് കണ്ട അസോസിയേറ്റിനോട് ഞാനൊരു കഥ പറഞ്ഞതാണ്. ഞാൻ 1.5 വർഷത്തോളം കഥ ആയിട്ട് അത് നടക്കാഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഡിറ്റക്റ്റീവ് എടുത്ത് എഴുതിയത്, ഡിറ്റക്റ്റീവ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അത് നടന്നായിരുന്നെങ്കിൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമയിലേക്കുള്ള എൻട്രി, കഥ ജിത്തു ജോസഫ് ഇത്രയും ഉണ്ടാവുള്ളായിരുന്നു. അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് വന്ന് വീട്ടിൽ കിടന്ന് ഞാൻ വൈഫ് പുള്ളിക്കാരത്തെയും കരഞ്ഞു, എനിക്കും കരച്ചിൽ വന്നു. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ കഥയായിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടി നടന്നു. അതൊരു 1.5 വർഷം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തായി, കഥ മാറ്റി. അപ്പം ഞാൻ പുറത്തായി. അന്നേരമാണ് പുള്ളിക്കാരത്തിക്കുമൊക്കെ സങ്കടം വന്നു. കാരണം ഇത്രയും ഇറങ്ങി കഷ്ടപ്പെട്ട് നടന്നിട്ട് ഇതായല്ലോ എന്ന്. അന്നേരമാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പകുതി എഴുതി വെച്ച, മുക്കാൽ എഴുതി തീർന്നായിരുന്നു. ഞാൻ ജയരാജ് സാറിൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഡിറ്റക്റ്റീവ് എഴുതി. കാരണം സ്ക്രിപ്റ്റൊക്കെ കണ്ടല്ലോ, ആദ്യമായിട്ട് ലൈവായിട്ടൊരു സ്ക്രിപ്റ്റ് കാണണം. മറ്റത് ഈ പത്മരാജ് സാറിൻ്റെയും ഇവരുടെയൊക്കെ DC ബുക്സിൻ്റെ ഇവരുടെയൊക്കെ ഉള്ള ഇത് വായിച്ചു. കാരണം ഈ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയണ്ടേ. അങ്ങനെ ഞാൻ ഡിറ്റക്റ്റീവ് എഴുതി വെച്ചു. അപ്പം ഈ സിനിമ നടന്നില്ല, ഞാൻ വരുന്നു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ നടത്തി, എന്നാൽ ശരി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് അതുമായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ് എന്ന് സിനിമയിൽ ആദ്യമായിട്ട് പേര് വയ്ക്കാൻ പറ്റി. നിമിത്തമായിരിക്കും. അതിന് മുമ്പ് ഞാനൊരു സീരിയൽ എഴുതിയിട്ടുണ്ട്. പഴയ ദൂരദർശൻ്റെ 13 എപ്പിസോഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ പേര് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വിട്ടുപോയി. ആ 13 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ എഴുതി വെച്ചിട്ട് ദൂരദർശനിൽ ഒരു കളി കളിക്കാൻ നോക്കി. അതീ പറഞ്ഞ മമ്മിയാൻമിയുടെ ടെലിഫിലിം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല പിടിപാട് വേണം അവിടെ, ബന്ധങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ റിലേഷനൊക്കെ വെച്ച് കുറേ കളിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നടക്കില്ലെന്ന്. നേരെ വന്ന് എഴുതിയതെടുത്ത് കത്തിച്ച് കളഞ്ഞു. അത് കണ്ടപ്പോൾ എൻ്റെ അമ്മച്ചി ചോദിച്ചു, നീ കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, നീ അത് കത്തിച്ച് കളയേണ്ട കാര്യമാണ്. കാരണം എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര സർപ്രൈസാണ് ഞാൻ അത്രയും എഴുതിയെന്ന് പറയുമ്പോൾ. കാരണം ഇത്രയും മടിയൻ. ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് കേൾക്കുന്നവർക്കൊക്കെ ഇച്ചിരി ബോറടി ആയിരിക്കും. നമ്മൾ ഈ SSLC എക്സാമില്ലേ, അതിനകത്ത് സോഷ്യൽ സ്റ്റഡീസിനകത്ത് 3, അതായത് 6 essays വരും. 1ഉം 2 അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ അങ്ങനത്തെ 3 ഇതായിട്ട് തരും. അപ്പോൾ 3 essay എഴുതണം. 2 എനിക്ക് 3 അതിനകത്ത് 3 അറിയാം. 2 എഴുതിയപ്പോൾ എനിക്കറിയാം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ജയിക്കാനുള്ള മാർക്കുണ്ടെന്ന്. പിന്നെ ഞാൻ എഴുതിയില്ല. ശരിക്കും ലിറ്ററലി പറഞ്ഞു SSLCക്ക്. ഇതെൻ്റെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുവാടാ എന്തൊരു മടിയാടാ, എനിക്ക് എഴുതാൻ മടിയാണ്. ഞാൻ 10-15 സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. അതാ അമ്മച്ചി ചോദിച്ചത്, നീ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, കത്തിച്ച് കളയാനായിരുന്നു എന്ന് ചോദിച്ചത്. ഈ സിനിമയാണ് മാർഗം എന്ന് സ്വയം തീരുമാനിച്ചപ്പോൾ വീട്ടിലും ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം ചോദിക്കാൻ കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ളൊരു. എൻ്റെ പേരൻസ് എന്ന് പറയുന്നത്, നിനക്കിഷ്ടമുള്ള ഫീൽഡ് നീ ചെയ്യുക, അതിനകത്ത് അധ്വാനിക്കുക, അതിനകത്ത് വളരുക. അത് തന്നെ ഇപ്പം ഞാൻ എൻ്റെ പിള്ളേർക്കും അവർക്കും ഇതൊക്കെ തന്നെയാണ് താല്പര്യം. എൻഡ് ഓഫ് ദി ഡേ
നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്ന ലൈഫിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, പൈസയും ഫെയിമും അതിനേക്കാൾ അപ്പുറം നമുക്ക് കിട്ടുന്ന. എനിക്ക് ഒത്തിരി പേരെ അറിയാം അവർക്ക് താല്പര്യമില്ലാത്ത ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ അടുത്തൊരു 65-66 വയസ്സുള്ളൊരു മനുഷ്യൻ, നല്ല അദ്ദേഹം ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോയിൻമെൻറ്റ് ഞാൻ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഹീസ് എ സയൻറ്റിസ്റ്റ്. അത് ഇവിടുത്തെ വലിയൊരു റെപ്യൂട്ടഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സയൻറ്റിസ്റ്റാണ്. എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്കെപ്പോഴേ കാര്യം പിടികിട്ടി. വന്നു കഴിഞ്ഞപ്പോൾ ഞാനത്തെ കഥയാണെന്നാണ് വിചാരിച്ചത്. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പേരൻസ് പറഞ്ഞു ഞാനിങ്ങനെ പഠിച്ച് സയൻറ്റിസ്റ്റായി പോയി, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖമായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിലർക്കുണ്ടല്ലോ, ചില ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട്. ഒരു ചെരുപ്പൂത്തിയാണെങ്കിലും അതിനകത്ത് ബെസ്റ്റ് ആകുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അങ്കിള് പണ്ട് വന്നപ്പം അമ്മച്ചോട് പറഞ്ഞു, കാനഡയിലായിരുന്നു. അങ്കിള് പറഞ്ഞു അവിടെ ഈ ടെന്നീസ് റാക്കറ്റിൻ്റെ ഗട്ട് കെട്ടിക്കൊടുക്കുന്ന ഒരാളുണ്ട്. അവനതിനകത്ത് എക്സ്പേർട്ടായിരുന്നു. അവനിപ്പോൾ കെട്ടിക്കൊടുക്കുന്ന ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെയാണ്. അത് നടക്കുന്നത് ബെൻസയിലുമോ മറ്റോ അതുപോലത്തെ കാറില്ല, അതുപോലെ റിച്ചാണ്. കാരണം അയാളുടെ ജോലി ഇതാണ്, പക്ഷേ അതിനകത്ത് ബെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ സാറ്റിസ്ഫാക്ഷൻ ഇഷ്ടമുള്ള ഫീൽഡ് അതിനകത്ത് ബെസ്റ്റ് ആകാൻ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സന്തോഷവും പൈസയും എല്ലാം പുറകെ വന്നു എന്ന് വിശ്വസിക്കുന്നതാണ്. അത് തന്നെ ഞാൻ പിള്ളേരാണ്. അതുകൊണ്ട് എൻ്റെ പേരൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ പാടിത്തരം പറഞ്ഞല്ലോ ഒരു ഡിഗ്രിയെങ്കിലും വേണം കേട്ടോടാ എന്ന് പറഞ്ഞാൽ. അത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവരോടും പറയുന്നുണ്ട്. കാരണം യു ഷുഡ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. നമുക്കറിയില്ലല്ലോ സിനിമ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരു സിനിമ ചെയ്തു, ചിലപ്പോൾ നാളെ 2 സിനിമ ചെയ്തു, അത് കഴിഞ്ഞും ഫീൽഡ് ഔട്ടാകാം. അപ്പം ഈ സിനിമാക്കാർക്കൊരു കുഴപ്പമുണ്ട്, കുറച്ച് നാൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് ഇവർക്ക് വേറെ പണി ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ ഞാൻ ഈ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അന്നേരം സിബി സാർ ഒരു കഥ പറഞ്ഞു, സിബി മലയിൽ സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു നടന്നപ്പോൾ ഈ അതിൻ്റെ പാർക്കിംഗ് ഫീസ് എഴുതാനായിട്ട് ഒരാൾ ഓടി വന്നിട്ട് പാർക്കിംഗ് ഫീസ് ഇത് എഴുതിയിട്ട് എടുത്തിട്ടുണ്ട്. സാറിന് തന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല, 2 പടം ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ് പുള്ളി. പക്ഷേ ഇപ്പോൾ ഇതാ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഇതാണ് അവസ്ഥ. നമ്മൾ വിജയിക്കുന്നവരുടെ കഥ മാത്രമല്ല അറിയുന്നുള്ളൂ. അതുകൊണ്ട് ഈ വരുന്നവരോട് ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു പ്രൊഫഷൻ കയ്യിൽ വേണം, എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം കേട്ടോ, നാളെ നശിച്ചു പോകരുത് എന്ന് പറയുന്ന ഒരു സാധനം. കാരണം ഇത് തന്നെ ജയരാജ് സാറ് ഫസ്റ്റ് ടൈം എൻ്റെ കസിൻ ജയരാജ് സാറിനോട് ചോദിച്ചു, അവനിങ്ങനെ എൻ്റെ കസിനുണ്ട്, അവന് ജീവിക്കാൻ വേറെ മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അവനില്ല, ഇങ്ങനെ അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ളതാണ്, റബ്ബർ തോട്ടവും ഇതൊക്കെ ഉണ്ട്. അവനോട് വന്നു പോരാൻ പറയാൻ. ഡിഗ്രിക്ക് ശേഷമല്ലേ പോയത്? ഏതായിരുന്നു സബ്ജക്ട്? ഡിഗ്രി അല്ല, പി ജിയും കഴിഞ്ഞിട്ട്. ഡിഗ്രി എക്കണോമിക്സ്, പി ജി സോഷ്യോളജി. അതൊക്കെ ചുമ്മാ പഠിക്കാൻ വേണ്ടി പഠിച്ചെന്നുള്ളൂ. അന്നൊക്കെ എങ്ങനെയാണല്ലോ, 10 കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി, അത് കഴിഞ്ഞ് പി ജി, ഇതായിരുന്നല്ലോ അന്നത്തെ ഒരു കാലഘട്ടം. സാറിൻ്റെ ഫിൽമോഗ്രാഫി സാർ പറഞ്ഞിട്ടുള്ളത് റിപ്പൻറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഊഴം മാത്രമാണ് എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും ആ സിനിമ ചെയ്തത്? അല്ല, അത് നല്ല ഇതായിരുന്നു. എനിക്ക് അതിനകത്ത് ഞാൻ എൻ്റെ നരേഷൻ, കമൽ സാർ ഈ സിനിമ ഞാൻ അദ്ദേഹത്തെ കാണിച്ചായിരുന്നു. അത് എന്നോട് പുള്ളിക്ക് എൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളൊരു നോൺ ലീനിയർ നരേഷനാണ്. അപ്പം അന്ന് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇമോഷൻ മിസ്സായി എന്ന് തോന്നുന്നു. കാരണം പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതുപോലെ മനസ്സിലാകാതെ വന്നു. കാരണം എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞു സാറേ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമായിട്ടത്, നരേഷൻ സ്റ്റൈലൊക്കെ രസമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ ഉള്ളതെന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ കൂടെ വൈഫും ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് എത്രയോ അങ്ങ് മനസ്സിലായില്ല. ഞാൻ എന്ത് പറ്റി, പൃഥ്വിരാജ് ഡബിൾ റോളാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ അങ്ങനെ ഒരു പ്രശ്നം വന്നു എന്നൊക്കെ. അപ്പോൾ എവിടെയും അതിനകത്ത് അതുകൊണ്ടല്ല, എനിക്കതിനകത്ത് ഇമോഷൻ ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയി എന്നുള്ളൊരിതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ആൻഡ് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ വല്ലവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ആക്ച്വലി. മേ ബി അതിൻ്റെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ ചിന്തിക്കണമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫോർമുലയൊക്കെ നമുക്കുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പടവും ഞാൻ ഹൈറ്റാക്കിയത്. അത് നമുക്കില്ല. നമ്മൾ ചിലത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് വേറെ രീതിയിൽ വരാം.